TSET 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സം എസ് ഈക്വൽ ടു എസ് പ്ലസ് വൈ പ്ലസ് സെഡ് ആൻഡ് എക്സും വൈയും സെഡും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈം നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ലെസ് ദാൻ 10 ആയിട്ടുള്ള ഡിസ്റ്റിങ് പ്രൈം നമ്പർ ആണ് തന്നിട്ടുണ്ട് എന്ന് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനാണ്. അതായത് നമ്മൾ സമ്മ് കണ്ടുപിടിച്ച ഈ സമ്മിലെ യൂണിറ്റ് ഡിജിറ്റ് 0 ആവാൻ ചാൻസ് ഉണ്ടോ, 9 ആവാൻ ചാൻസ് ഉണ്ടോ, 5 ആവാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആണെന്ന് നോക്കണം. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഡിസ്റ്റിന്റ് പ്രൈം നമ്പർ. ഈ ലെസ് ദാൻ 10 ആയിട്ടുള്ള എത്ര ഡിസ്റ്റിന്റ് പ്രൈം നമ്പർ ഉണ്ട് എന്ന് നോക്കാം. 10 പ്രൈം നമ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. 2, 3, 5, 7, 11, 13, 17 ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിലെ 10 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്നുള്ളതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്പർ അതിന്റെ ഫാക്ടർ ആയിട്ട് ആ നമ്പറും 1ഉം കൂടി ചേർന്ന ഒരു സംഖ്യയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു 4 എന്നുള്ള ഒരു സംഖ്യ എടുക്കുക. അതിന് ഫാക്ടർ ആയിട്ട് എന്ത് എഴുതാം? 1 into 4 എന്ന് എഴുതാം, 2 into 4 എന്ന് എഴുതാം. ഇപ്പൊ 4ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4. ഈ 3 സംഖ്യകൾ വെച്ച് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോ 4ന്റെ ഫാക്ടേഴ്സ് 1, 2, 4 ആണ്. അപ്പോ 4ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 3 സംഖ്യകൾ വരുന്നുണ്ട്. പക്ഷെ പ്രൈം നമ്പേഴ്സിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു സംഖ്യക്ക് ആ സംഖ്യയും പിന്നെ 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പൊ 2 എന്ന് നോക്കുകയാണെങ്കിൽ ആ സംഖ്യ അതിന്റെ ഫാക്ടർ ആണ്, പിന്നെ 1ഉം ഫാക്ടർ ആണ്. അതായത് 2ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1, 2 മാത്രമാണ്. 3ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1ഉം 3ഉം മാത്രമാണ്. അതായത് ആ സംഖ്യയും പിന്നെ 1ഉം മാത്രമേ ഫാക്ടർ ആയിട്ട് വരാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് 8ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 8നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? 1 into 8 എന്ന് എഴുതാം, 2 into 4 എന്ന് എഴുതാം, 2 into 2 into 2 into 2 എന്ന് എഴുതാം. അപ്പൊ ഇതിന് 8ന് എത്രയൊക്കെ ഫാക്ടർ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 8 ഉണ്ട്. ഇതിൽ എത്ര ഫാക്ടേഴ്സ് വരുന്നു? 4 ഫാക്ടേഴ്സ് ആണ് 8ന് വരുന്നത്. അതുപോലെ ഓരോ സംഖ്യയ്ക്കും ഒരു സംഖ്യയും ആ സംഖ്യയും 1ഉം മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുകയുള്ളൂ. അത്തരം സംഖ്യകളെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ. പിന്നെ ഈ ഇപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 4 പ്രൈം നമ്പേഴ്സ് ആണ്. ഡിസ്റ്റിന്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ പ്രൈം നമ്പേഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഇതിന്റെ കോമ്പിനേഷനിൽ ഏതൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ സംഖ്യകളും എഴുതി നോക്കാം. അതായത് എക്സ് വൈ സെഡില് നമുക്ക് എക്സിനും വൈനും സെഡിനും വില കൊടുത്തു നോക്കാം. അപ്പൊ സമ്മ് വരുമ്പോ എന്തായിരിക്കും? 2, 3 plus 5, പിന്നെ 2, 3, 7, പിന്നെ 2, 5, 7, പിന്നെ 2 ഇല്ലാതെ 3, 5, 7. ഈ 4 കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? ലെസ് ദാൻ 10 ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സിന്റെ കോമ്പിനേഷനിൽ ഇത്രയും സമ്മ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ നമുക്ക് സമ്മ് കണ്ടു നോക്കാം. ഇത് എന്തായിരിക്കും? 15 ആയിരിക്കും. ഇത് എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും. ഇത് എന്ന് പറയുമ്പോൾ 12 ആയിരിക്കും. ഇത് എന്ന് പറയുമ്പോൾ 14 ആയിരിക്കും. നമുക്കിതിലെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ? നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രമേ നോക്കേണ്ടതുള്ളൂ. കാരണം യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് ഇവിടെ എന്തൊക്കെയാണ് കണ്ടീഷൻ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 0. ഇവിടെ എന്താ 10 വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താ? 0. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 9. ഇതിൽ 9 എവിടെയും വരുന്നു? യൂണിറ്റ് ഡിജിറ്റ് വരുന്നില്ല. അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് എസ് ക്യാൻ ബി 5. ഇതിൽ നിന്ന് ഫസ്റ്റ് 3 plus 5 7 എന്നിവ സം ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടുന്നുണ്ട്. അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1 and 3 ഓൺലി ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CSAT 2023 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. റിമൈൻഡർ ഓഫ് 2 raised to 192 ഈസ് ഡിവൈഡ് ബൈ 6. 2 raised to 192 എന്ന് പറഞ്ഞൊരു സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്.
നമുക്കറിയാം ഇതൊരു വലിയൊരു സംഖ്യയാണ്. കാരണം 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 square എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 cube എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ആണ്. 2 raised to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആണ്. 2 raised to 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ആണ്. 2 raised to 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 64 ആണ്. 2 raised to 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 128 ആണ്. 2 raised to 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 256 ആണ്. അപ്പോൾ 2 raised to 192 എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു സംഖ്യയാണ്. അപ്പൊ ആ സംഖ്യ കണ്ടുപിടിച്ച് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടാവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെ 2 raised to 192 വരെയുള്ള സംഖ്യകൾ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈക്ലിസിറ്റിയോ ഏതെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ എല്ലാ സംഖ്യകളും നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോ ഒരു സംഖ്യയേക്കാൾ ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ റിമൈൻഡർ എന്താ വരിക? 2 ആയിരിക്കും. അതായത് 3നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിനോമിനേറ്റർ 5 വലുതാണ്, അപ്പൊ റിമൈൻഡർ 3 ആയിരിക്കും. അതുപോലെ 2/7 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്താ? വലുതാണ്, അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അതുപോലെ തന്നെ 4/6 എന്ന് പറഞ്ഞാലും റിമൈൻഡർ എന്തായിരിക്കും? 4 ആയിരിക്കും, കാരണം ഡിനോമിനേറ്റർ ആണ് വലുത്. ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും? ഒരു 8ല് എത്ര 6? 8/6 എന്ന് പറയുമ്പോൾ ഒരു 6 വരും, റിമൈൻഡർ 2 വരും. ഇതിൽ ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എന്താ? 2 12, ബാക്കി 2. ഇവിടെ 6 കൊണ്ട് ഇരിക്കുമ്പോൾ എന്ത് വരും? റിമൈൻഡർ 2 വരും. 5 into 6 30 പ്ലസ് 2. ഇതിനെന്താ? 10 into 60 10 into 6 60 പ്ലസ് റിമൈൻഡർ എന്ന് പറയുമ്പോൾ 4 വരും. ഇത് എന്ന് പറയുമ്പോൾ എന്താ? ഇതിൽ 2 പോകും, ഇതിൽ 1 പോകും, ബാക്കി റിമൈൻഡർ 2 വരും. ഇത് റിമൈൻഡർ എന്താ? 4 into 6 24 പ്ലസ് 16 എന്ന് പറയുമ്പോൾ നമുക്ക് 2 12, ബാക്കി റിമൈൻഡർ 4 വരും. അപ്പൊ ഇതിലൊരു കോമ്പിനേഷൻ നോക്കുമ്പോൾ ഓഡ് പവേഴ്സ് 2 raised to 1, 2 raised to 3, 2 raised to 5, 2 raised to 7 എന്നീ സംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് 2 ആണെന്ന് കാണാം. ഓക്കെ, എല്ലാ സംഖ്യകളിലും റിമൈൻഡർ കിട്ടുന്നത് 2 ആണ്. ഈവൻ നമ്പേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് 4 ആണെന്ന് കാണാം. അപ്പൊ അതൊരു പാറ്റേൺ ആണ്. അപ്പൊ എത്ര സംഖ്യ 2 raised to 192 ആണെങ്കിലും 2 raised to 224 ആണെങ്കിലും ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ കിട്ടുന്നത് 4 ആയിരിക്കും. ഇനി ഈവൻ നമ്പർ അല്ലെങ്കിലോ 191 ആണെങ്കിലോ റിമൈൻഡർ ഡിവൈഡ് ബൈ 6 കൊണ്ട് റിമൈൻഡർ കിട്ടുന്നത് 2 ആയിരിക്കും. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏതൊക്കെ സംഖ്യകളാണ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഇതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 2ഉം 4ഉം കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കേണ്ടത് എന്താ? 2 raised to 192 എന്ന സംഖ്യയിൽ ഇത് ഈവൻ നമ്പർ ആണ്. സോ ഈവൻ നമ്പർ ആകുമ്പോൾ എന്താ? 2 square 2 raised to 4 ഇതിനെല്ലാം റിമൈൻഡർ വന്നത് എന്താ? നമുക്ക് വന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പോ റിമൈൻഡർ 4 ആയതുകൊണ്ട് തന്നെ ഈവൻ നമ്പേഴ്സ് റിമൈൻഡർ 4 ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഡി, ഓപ്ഷൻ ഡി 4 ആയിരിക്കും. ഓക്കെ, ടൂ 2025 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ടേം തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 10 11 12. ഇതിന്റെ 489th ടേം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾക്ക് ഈ നമ്പർ സുപരിചിതമാണ്, 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ നമുക്ക് എത്രാമത്തെ ടേം ആണ് ഇതെന്ന് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ടേം എത്ര ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റ് വരുന്നുണ്ട് എന്നുള്ള സംഭവമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1 മുതൽ 9 വരെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഒരു ഡിജിറ്റ് ഉള്ള സംഖ്യകളാണ് വരുന്നത്. 10 മുതൽ 99 വരെ 2 ഡിജിറ്റ് വരെയുള്ള സംഖ്യകളാണ് വരുന്നത്. ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 90 സംഖ്യകളാണ് ഉള്ളത്. ഇതിൽ എത്ര സംഖ്യകളുണ്ട്? 9 സംഖ്യകളാണുള്ളത്. സോ 9 നമ്പേഴ്സ് 9, 180. സോ 189 ഡിജിറ്റ്സ് ആയിട്ട് 189 നമ്പർ ഡിജിറ്റ്സ് 1 മുതൽ 99 വരെ എഴുതുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? 489th ഡിജിറ്റ് ആണ്. സോ ബാക്കിയുള്ളത് എന്തായിരിക്കും? 489 മൈനസ് 189. സോ 300 ഡിജിറ്റും കൂടി എഴുതണം. ഇതിൽ ഇനി എഴുതാൻ പോകുന്ന ഡിജിറ്റ് എന്തായിരിക്കും? 100, 101, 102 ഇങ്ങനെ എഴുതി 300ാമത്തെ ഡിജിറ്റ് ആകുമ്പോൾ ഉള്ള സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇനി 3 ഡിജിറ്റ് ഉള്ള സംഖ്യകളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്.
നമ്മൾ 1 മുതൽ 99 വരെ എഴുതി കഴിഞ്ഞു. അപ്പോൾ 189 ഡിജിറ്റ് ആയി. ഇനി എഴുതാൻ പോകുന്നത് 100 മുതൽ എത്രയോ സംഖ്യകൾ 300 ഡിജിറ്റും കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ 300 3 ഡിജിറ്റ് ഉള്ള സംഖ്യകളാണ്. അപ്പോൾ 100 നമ്പേഴ്സ് നമുക്ക് എഴുതണം. അപ്പോൾ 100 തൊട്ടിട്ട് 199 വരെ എഴുതാം. അങ്ങനെയാകുമ്പോഴാണ് 100 നമ്പർ വരുന്നത്. ഇൻക്ലൂഡിങ് 100 ആകുമ്പോൾ 199 വരെ എഴുതണം. സോ ലാസ്റ്റ് ഡിജിറ്റ് ഓപ്ഷൻ ഡി 9 ആയിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഒരു ഡിജിറ്റിൽ എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കി, 2 ഡിജിറ്റിൽ എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കി. അപ്പോൾ ടോട്ടൽ 189 വന്നു. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 489th ടൈം ആണ്. ടോട്ടൽ പെൻഡിങ് എത്ര? 300 ഡിജിറ്റും കൂടി ഉണ്ട്. 300 ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്താ, ഇനി ഓരോ സംഖ്യകളും 100, 101, 102 എന്നുള്ള ടൈമിൽ എഴുതാം. അപ്പം ഒരു സംഖ്യയിൽ 3 ഡിജിറ്റ് വെച്ച് പോകും. അപ്പോൾ 300 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 100 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി 100 നമ്പേഴ്സ് നമ്മൾ ഇങ്ങനെ എഴുതണം. 100 നമ്പർ എഴുതുമ്പോൾ എന്താ 199 ആയിരിക്കും 100ാമത്തെ നമ്പർ. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സീസാർ 2025 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഒരു നാച്ചുറൽ നമ്പർ n എന്ന് കൊടുത്തിട്ടുണ്ട്. n p പ്ലസ് q പ്ലസ് r എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ഫാക്ടേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി നമ്പേഴ്സ് 50 ഹാവ് ദിസ് പ്രോപ്പർട്ടി? അതായത് ഒരു നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പർ 50ക്ക് താഴെയുള്ള ഒരു നമ്പറാണ്. ആ നമ്പറിനെ അതിന്റെ ഫാക്ടേഴ്സിന് സം ആയിട്ട് എഴുതാൻ പറ്റുന്നത്. നമുക്കറിയാം ഫാക്ടേഴ്സ് എന്ന് എന്താ, ഒരു സംഖ്യ 14 എന്നുള്ള സംഖ്യ ഫാക്ടർ എന്താ 2, 7, 1. 14 നമുക്ക് 2 into 7 എഴുതാം, 1 into 14 എഴുതാം. സോ ഇത് 14ന്റെ ഫാക്ടേഴ്സ് അറിയുന്നത് 1, 2, 7, 14 എന്നാണ്. സോ ഇതില് നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഇത് നമ്മൾ 14ന് നമ്മൾ സം ചെയ്യുമ്പോൾ എന്ത് വരുന്നു? 3, 7, 10. ഇതൊരിക്കലും കിട്ടുന്നില്ല. ഇങ്ങനെ കിട്ടുന്ന എത്ര നമ്പറുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ എഴുതി നോക്കിയിട്ട് അതിൽ ഏതൊക്കെ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കാം. ഇപ്പൊ നമുക്കറിയാം 1 ആണെങ്കിൽ ഒരു നമ്പറേ ഉള്ളൂ, 2 ആണെങ്കിലും നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെയാ 2ഉം ആ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രൈം നമ്പേഴ്സ് എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ആവില്ല. കാരണം എന്താ, പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സംഖ്യയും പിന്നെ 1 മാത്രമേ പ്രൈം നമ്പർ ഫാക്ടേഴ്സ് ആവുള്ളൂ. ഇപ്പൊ 2, 3, 5, 7, 11, 13, 17, 23, 29 എന്നീ സംഖ്യകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ ഒഴിവാക്കിയാലും കുറെ സംഖ്യകൾ വരും. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ചെയ്യാം. 1, 2, 3 എന്തായാലും ഇല്ല. കാരണം എന്താ, 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ഫാക്ടർ ഉള്ളൂ. ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 ഫാക്ടർ എങ്കിലും വേണം. അപ്പൊ 3ഉം 5ഉം നമ്മൾ പ്രൈം നമ്പേഴ്സ് ആയ കാരണം 2 ഫാക്ടർ ഉണ്ടാവുള്ളൂ. ഇവിടെ 3 ഫാക്ടർ വേണം. അപ്പൊ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ന്റെ ഫാക്ടേഴ്സ് എന്താ, നമുക്ക് 1 into 6 എന്ന് എഴുതാം, 2 into 3 എന്ന് എഴുതാം. അപ്പൊ 1, 2, 3, 6 4 ഫാക്ടേഴ്സ് ആണ് 6നുള്ളത്. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കൂട്ടണ്ട. കാരണം എന്താ, ഈ ഡിജിറ്റ് പ്ലസ് ബാക്കി എന്ത് ഡിജിറ്റ് വന്നാലും ഇതിനേക്കാൾ കൂടുതലാണ്. സോ നമുക്ക് എപ്പോഴും ആ സെയിം ഫാക്ടർ കൂട്ടേണ്ട കാര്യമില്ല. കാരണം ഈ കണ്ടീഷൻ ഒരിക്കലും സാറ്റിസ്ഫൈ ആവില്ല. കാരണം എന്താ, ആ ഡിജിറ്റിനേക്കാൾ കൂടുതലായിരിക്കും ബാക്കി എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സം. സോ നമുക്ക് ഇത് വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 6, 1 plus 2 plus 3, 3 plus 3, 6. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 6 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. 6 സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി 12 സാറ്റിസ്ഫൈ ഉണ്ടാവും നോക്കാം. 12 എന്തായിരിക്കും, 12ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? 1 into 12 എന്ന് എഴുതാം, 2 into 6 എന്ന് എഴുതാം, 3 into 4 എന്ന് എഴുതാം. അപ്പൊ 1, 2, 3, 4, 6, 12 എന്നീ ഫാക്ടേഴ്സ് ആണുള്ളത്. നമുക്ക് ഈ ഫാക്ടേഴ്സ് കൂട്ടുമ്പോൾ 12 വരുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കൂ 6, 4, 2. ഇതെന്താ 2, 4, 6. ഇത് വരുമ്പോഴും 12 എന്നുള്ള വരും. അതായത് 6ന്റെ ഏത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. അതായത് 1, 2, 3 എന്നുള്ളതാണ്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 12.
2, 4, 6. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 18 ആയിരിക്കും. 6, 12, 18. ഇതൊക്കെ 6ന്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 50ന് താഴെയുള്ള എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 6 പോവും, 12 പോവും, അങ്ങനെ 18 പോവും, 24 പോവും. അതായത് 6ന്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 48 ആണ്. 8 into 6, അതായത് 8 നമ്പേഴ്സ് ആണ് ഇതുപോലെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സംഖ്യകളായിട്ട് വരുന്നത്. CSAT 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. If n is a natural number, then what is the number of distinct remainder of 1 raised to n plus 2 raised to n when divided by 4? അപ്പോൾ നമുക്ക് ഈ സംഖ്യ നോക്കാം. 1 raised to n ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 1 raised to n എന്ന് പറയുമ്പോൾ 1 raised to 28 എന്ന് പറഞ്ഞാലും 1 raised to 32 എന്ന് പറഞ്ഞാലും 1 raised to 100 എന്ന് പറഞ്ഞാലും വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. സോ ഫസ്റ്റ് ഡിജിറ്റ് എപ്പോഴും 1 ആയിരിക്കും. ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. 1 2 3 എന്നുള്ള നമ്പർ ആണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 1 raised to n ന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഇനി 2 raised to n നമുക്ക് എന്താന്ന് കണ്ടുപിടിക്കാം? 2 സ്ക്വയർ എന്ന് പറയും 2 raised to 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4 ആയിരിക്കും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. 2 raised to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ആയിരിക്കും. സോ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇത് എത്ര സംഖ്യ കൂട്ടിയാലും ഇത് 4, 8, 16 ഇതിനൊക്കെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടാൻ പറ്റും. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. ഇത് എത്ര സംഖ്യ കൂട്ടിയാലും, അതായത് 1 പ്ലസ് 2 raised to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ 1 ആയിരിക്കും ഇതിന്റെ റിമൈൻഡർ കിട്ടുന്നത്. ടോട്ടൽ സംഖ്യയുടെ റിമൈൻഡർ കിട്ടുന്നത് 1 ആയിരിക്കും. ഇനി 2 raised to 1 എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 തന്നെ ആയിരിക്കും. 1 plus 2 എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. സോ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ ആണ് കിട്ടുന്നത്. 1ഉം 3ഉം ആയിട്ടുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. റിമൈൻഡർ എന്താണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, എത്ര ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ ആണ് കിട്ടുന്നുള്ളത് ചോദിച്ചുള്ളത്. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി 2. അതായത് 1 raised to n 2 raised to n എന്നുള്ള ഈക്വേഷൻ ആണ് നമുക്ക് ഡിവൈഡ് ബൈ 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 1 raised to n ന്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ഇനി നമുക്ക് 2 raised to n എന്നുള്ളത് നമുക്ക് 1 കൊടുക്കുമ്പോൾ 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ 3 ആയിരിക്കും വരുന്നത്. 3/4 ന്റെ റിമൈൻഡർ എന്ന് പറയുമ്പോൾ 3 ആയിരിക്കും. ഇനി 2 raised to square 2 square 2 raised to 4 2 raised to 8 2 raised to 2 raised to cube ഇതിന്റെ ഡിവൈഡ് ബൈ 4 എന്ന സംഖ്യ വരുന്നത് എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. ഇനി 1 പ്ലസ് 2 raised to n എന്ന സംഖ്യ എത്ര ചെയ്താലും ഇതിന്റെ റിമൈൻഡർ വരുന്നത് ഡിവൈഡ് ബൈ 4 റിമൈൻഡർ വരുന്നത് 0 ആയിരിക്കും. സോ ഇതിന്റെ സം എന്ന് പറയുന്നത് 1 പ്ലസ് 0 1 ആയിരിക്കും ഇതിന്റെ സം വരുന്നത്. സോ രണ്ട് റിമൈൻഡർ ആണ് വരുന്നത്, 3ഉം 1ഉം. 2 ഡിസ്റ്റിങ്ക്റ്റ് റിമൈൻഡർ വരുന്ന കാരണം ആൻസർ സി ആയിരിക്കും ആൻസർ. CSAT 2024 ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. 32 raised to 5 plus 2 raised to 27 is divisible by. നമുക്ക് 32 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 raised to 5 എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് 2 raised to 5 into 5 ആണ്. 32നെ നമുക്ക് 2 raised to 5 എന്ന് എഴുതാം. അപ്പൊ 2 raised to 5 raised to 5 എന്ന് എഴുതാം. പ്ലസ് 2 raised to 27 എന്ന് എഴുതാം. ഇതിനെ 2 raised to 25 plus 2 raised to 27 എന്ന് എഴുതാം. ഇത് നമുക്ക് ഡിവിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ ഓപ്ഷൻ നോക്കുക. 3 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 raised to 25 plus 2 raised to 27 ഏത് സംഖ്യയാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് റിമൈൻഡർ എന്താണെന്ന് നോക്കാം. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് റിമൈൻഡർ എന്താണെന്ന് നോക്കാം. 2 raised to 25 ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. അതായത് 4 സൈക്കിൾ ആണുള്ളത്. അപ്പോ 6 4 24, ബാക്കി 1 വരുന്നത് 2 ആയിരിക്കും ഇതിന്റെ റിമൈൻഡർ.
2/27 റിമൈൻഡർ ആയിരിക്കും 8 ആയിരിക്കും. അപ്പൊ 8 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 8 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 10 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റിലെ റിമൈൻഡർ വരുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. കാരണം എന്താ, 2/25 പ്ലസ് 2/27. നമുക്ക് അല്ലെങ്കിൽ 2/25 പുറത്തേക്ക് എടുത്തിട്ട് 1 പ്ലസ് 2 സ്ക്വയർ എന്ന് എഴുതാം. ഇത് എന്താ 5 ആയിരിക്കും. 2/25 ആയിരിക്കും. 2/25ന്റെ റിമൈൻഡർ എന്തായിരിക്കും? 2/25ന്റെ റിമൈൻഡർ 2 ആയിരിക്കും. 5ന്റെ റിമൈൻഡർ 10 ആയിരിക്കും. സോ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ വരുന്നത്. CSAT 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 222 raised to 333, 333 raised to 222 is divisible by which of the following number? ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻ തന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് 222 റേസ് ടു ഒരു സംഖ്യ തന്നിട്ടുണ്ട്. നമുക്കൊരു സംഖ്യ 6 into 6 into 6 ഇത് ഡിവൈഡ് ബൈ 3 ആണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഖ്യ ഡിവൈഡ് ബൈ 3 ആണെന്ന് നോക്കണം. അപ്പോൾ ഈ സംഖ്യ ഡിവൈഡ് ബൈ 3 ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 212 എന്ന സംഖ്യ ഡിവൈഡ് ബൈ 3 ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് സം ചെയ്യാം. 212 ഇത് സം ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. ഡിവൈഡ് ബൈ 3 ആണോ? അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവൈഡ് ബൈ 3. 222 ഡിവൈഡ് ബൈ 3 ആണെന്ന് എങ്ങനെ നോക്കാം? ഇത് രണ്ടും കൂട്ടിക്കൊള്ളും 3 കൂടി കൂട്ടിക്കൊള്ളുമ്പോൾ 6/3 ആണ്. അപ്പോൾ 222 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 3 ആണ്. അതിന്റെ എത്ര 222നെ എത്ര ടൈംസ് ഗുണിച്ചാലും ഡിവൈഡ് ബൈ 3 റിമൈൻഡർ നമുക്ക് ഡിവിസിബിൾ ആയിട്ട് പോകും. ഓക്കെ, റിമൈൻഡർ 0 കിട്ടും. അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പൊ 222 എത്ര ടൈംസ് ആയാലും 333 ടൈംസ് ആയാലും 542 ടൈംസ് ആയാലും എത്ര ടൈംസ് ആയാലും ഡിവിസിബിൾ ബൈ 3 ആണ്. ഇനി 333 ഇത് ഡിവൈഡ് ഇതും അതേ ഫോർമാറ്റ് നോക്കുമ്പോൾ എന്താ, ഈ സംഖ്യയും ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആണ്, അടുത്ത സംഖ്യ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഇതിന്റെ രണ്ട് സംഖ്യകൾ കൂട്ടിയാലും ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. സോ 3 is divisible by this number. അപ്പോ 3 ഉള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്? 3 നോട്ട് 3 എന്ന് പറയുന്നത് കളഞ്ഞു. ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. 3 ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് 2 ആണ്, അതുപോലെ തന്നെ 37 ആണ്. നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താ? 2 ആണ് ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കാരണം എന്താ, നമുക്ക് 222 ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 2 ആയിരിക്കും. 2ന്റെ എത്ര പവർ? 333 എത്ര പവർ എന്തായിരിക്കും? 2/1 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 2 ക്യൂബ് എന്ന് പറയുമ്പോൾ 8, 2/16 എന്ന് പറയുമ്പോൾ 16. അപ്പൊ നമുക്കെന്നറിയാം 2 എത്ര പവർ വന്നാലും ഇത് വരുന്നത് ഈവൻ നമ്പേഴ്സ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ഈവൻ നമ്പേഴ്സ് ആണ്. അതുപോലെ 3 എന്നുള്ള 333 എടുത്തിട്ട് അതിന്റെ 222 ഇത് എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്നത് എന്താ? 3, 9, 27, 81. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. നമുക്കറിയാം ഓഡ് നമ്പേഴ്സ് പ്ലസ് ഈവൻ നമ്പേഴ്സ് വരുന്നത് എപ്പോഴും എന്തായിരിക്കും? 15 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 23 ആയിരിക്കും. ഇത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു ഓഡ് നമ്പറും ഈവൻ നമ്പറും മറ്റു സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതൊരു ഈവൻ നമ്പർ ആണ്, ഒരു ഓഡ് നമ്പർ ആണ്. സോ നമുക്ക് കിട്ടുന്ന സം എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓഡ് നമ്പർ നമ്മൾ ഒരിക്കലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് രണ്ടും തെറ്റാണ്, ഇത് രണ്ടും തെറ്റാണ്. അതായത് 2 കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഓഡ് നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ പറ്റില്ല. ഡിവിസിബിൾ ബൈ 2 അല്ല. അപ്പൊ ഡിവിസിബിൾ ബൈ 2 അല്ല എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാലും മതി. നമുക്ക് ആൻസർ ഓപ്ഷൻ ബി എന്ന് കണ്ടുപിടിക്കാം. 3 and 37 but not 2. നമുക്ക് 37 ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CSAT 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ
ഒരു സംഖ്യ തന്നിട്ടുണ്ട് 85, 87, 89, 91, 95, 96 is divisible by 100. ഈ 85, 87, 89, 91, 95, 96 divided by 100 എന്നാണ് തന്നിട്ടുള്ളത്. സോ ഈ സംഖ്യ നോക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു 5 എടുക്കുന്നുണ്ട്, ഇവിടെ ഒരു 5 എടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ഒരു 25 വരും. എന്താ കാരണം? എന്താ 85നെ നമുക്ക് എന്തായിട്ട് എഴുതാം? 17 into 5 85 ആണ്. അതുപോലെ 95നെ നമുക്ക് എന്താ എഴുതാം? 19 into 5 95 ആണ്. ഓക്കെ, സോ ഈ 5 into 5 എന്ന് പറയുമ്പോൾ 25 ആണ്. 96നെ നമുക്ക് എന്താ എഴുതാം? 24 into 4 എന്ന് എഴുതാം. 24 into 4 എന്ന് എഴുതാം. സോ 25 into ഇവിടെ 5 ഉണ്ട്, 17 into 5 5 ഉണ്ട്, 19 into 5 5 ഉണ്ട്, 24 into 4 4 ഉണ്ട്. 25 into 4 എത്രയാ? 100. സെയിം സംഖ്യനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റിമൈൻഡർ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരുന്നത്. അതായത് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, 96ൽ ഒരു 24 എടുക്കാം. അപ്പോൾ 4 എടുക്കാം. ഇവിടെ 25 into 4 വരും. അതേ സംഖ്യ തന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 25/4 ഇതും ഡിവിസിബിൾ ആയിട്ട് മാറും. അപ്പോൾ റിമൈൻഡർ വരുന്നത് 0 ആയിരിക്കും. ഓക്കെ.